മീഷോയുടെ സെല്ലർ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. മീഷോയുടെ സെല്ലർ പ്രൊഫൈൽ എടുക്കുക. മീഷോ ബാലൻസിൻ്റെ തൊട്ട് താഴെ ബിക്കം എ സപ്ലയർ എന്നൊരു ഓപ്ഷൻ കാണുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അവിടെ നമ്മൾ GST നോ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നോ കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. പിന്നെ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, പാൻ നമ്പർ എല്ലാം, പിൻകോഡ്, ഡിസ്ട്രിക്റ്റ് എല്ലാം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫോൺ നമ്പർ കൊടുത്ത് അതിലോട്ടൊരു OTP വരും. OTP കറക്റ്റായിട്ട് ചെയ്യുക. മെയിലിലോ നമ്മുടെ ഫോൺ നമ്പറിലോ ആയിരിക്കും OTP വരുന്നത്. അങ്ങനെ നമ്മുടെ എൻറോൾമെൻറ്റ് ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ അത് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എൻറോൾമെൻറ്റ് ID, നമ്മുടെ നെയിമൊക്കെ ഓൾറെഡി അവിടെ വന്ന് കിടക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ പിക്കപ്പ് അഡ്രസ്സ് കൊടുക്കണം. അത് നമ്മുടെ വീടിൻ്റെ അഡ്രസ്സാണ് വെക്കേണ്ടത്. വീടിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വെക്കുക. നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതിലോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ സ്റ്റോറിൻ്റെ നെയിമാണ്. സ്റ്റോറിൻ്റെ നെയിം നമ്മളൊരു പേരിടുമല്ലോ, അത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നമ്മുടെ നെയിം അവിടെ കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുക. കൊടുക്കേണ്ടത് നമ്മുടെ ബിസിനസ് ടൈപ്പാണ്. ഇത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെയാണ് ഒരു പേജിലേക്ക് പോവാണ്. ആഡ് റൺ ചെയ്യുന്നതിനെ പറ്റിയും പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാമേ.